യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ ആക്രമിച്ച കേസിലെ അന്വേഷണ റിപ്പോർട്ടിൽ SITയോട് വിശദാംശങ്ങൾ തേടി DGP. കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിന്റെ പങ്കിനെക്കുറിച്ച് വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് വിവരങ്ങൾ തേടിയത്. ഇതോടെ ആഭ്യന്തര വകുപ്പിന് DGP റിപ്പോർട്ട് കൈമാറുന്നത് വൈകുമെന്നുറപ്പായി. വൈകുന്നതിനെതിരെ വിമർശനം ശക്തമായതോടെയാണ് ഉടൻ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് DGPയോട് ആവശ്യപ്പെട്ടത്. പഴുതടച്ചുള്ള റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് DGPക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത വരണമെന്ന് SIT ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ തുടർ നടപടി വൈകുന്നതിനെതിരെ വിമർശനം ശക്തമായതോടെയാണ് ഉടൻ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് DGPയോട് ആവശ്യപ്പെട്ടത്. പഴുതടച്ചുള്ള റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് DGP ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് SITയോട് ആവശ്യപ്പെട്ടു. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയതും കേസ് ഡയറി തിരുത്തിയതും കോടതിയിൽ നൽകാൻ റഫർ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയതും അജിത് കുമാറിന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഇതിൽ അജിത് കുമാറിന്റെ പങ്ക് സ്ഥിരീകരിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണെന്നാണ് DGPയുടെ നിലപാട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘത്തോട് വിശദാംശങ്ങൾ തേടിയത്. ഇതിനുശേഷമാകും ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റിപ്പോർട്ട് കൈമാറുക. കേസ് അട്ടിമറിച്ചതിൽ ADGPയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായതിനാൽ MR അജിത് കുമാറിനും ഉത്തരവാദിത്തമുണ്ടെന്നാണ് DGPയുടെ നിലപാട്. പക്ഷേ അജിത് കുമാറിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടിലില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ സർക്കാരിന് തിരിച്ചടിയാവുന്ന വിലയിരുത്തലാണ് DGPക്കുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.